ഹലോ, റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തില് എത്ര പണം ഉണ്ടായാൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും? നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കും? ഒരു 1000 രൂപ, 2000, അല്ലെങ്കിൽ ഒരു 10,000, അല്ലെങ്കിൽ ഒരു 1 lakh, 1 കോടി, അല്ലെങ്കിൽ ഒരു മൾട്ടി മില്യനെയർ, അല്ലെങ്കിൽ ഒരു ബില്യനെയർ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ, കുറച്ചും കൂടി പണം ലഭിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കുറച്ചും കൂടി പെർഫെക്റ്റ് ആകും. കൂടുതൽ പണം, കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ യാത്രകൾ, കൂടുതൽ നല്ല വീട്, കൂടുതൽ നല്ല കാറ്. പക്ഷെ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പണം ജീവിതം എളുപ്പമാക്കാനായിട്ട് കഴിയും അല്ലേ? പണം ജീവിതത്തെ എളുപ്പമാക്കും. പക്ഷേ പണം ഒരിക്കലും ജീവിതത്തിലെ മനസ്സമാധാനം ഉറപ്പാക്കില്ല. ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഹൃദയസ്പർശിയായ ഒരു കഥ പറഞ്ഞിട്ടെ. വലിയ വീട്, ചെറിയ സമാധാനം, അതാണ് നമ്മുടെ കഥയുടെ ടൈറ്റില്. രാജീവ് എന്നൊരു ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു. അവൻ വളരെ കഠിനാധ്വാനം ചെയ്തു. ചെറുപ്പത്തിൽ അവന് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവന് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാനൊരു വലിയ ഒരു വീട് വാങ്ങും, അല്ലെങ്കിൽ വീട് വെക്കും. എൻ്റെ കുടുംബത്തിന് ഞാൻ വളരെ മെച്ചപ്പെട്ടുള്ള ഒരു ജീവിതം ഞാൻ കൊടുക്കും എന്നുള്ളൊരു സ്വപ്നം അവന് എപ്പോഴും ഉണ്ടായിരുന്നു. വർഷങ്ങളോളം അവൻ ജോലി ചെയ്തു. കൂടുതൽ സമയം അവൻ ജോലി ചെയ്തു. കൂടുതൽ ബിസിനസ്സുകൾ തുടങ്ങി. പണം സമ്പാദിച്ചു. അവസാനം അവൻ സ്വപ്നം കണ്ട പോലെ തന്നെ വലിയൊരു വീട് സ്വന്തമാക്കി. നല്ല ലക്ഷറീസ് ആയിട്ടുള്ള ഒരു കാറ് സ്വന്തമാക്കി. മനോഹരമായ പൂന്തോട്ടം, വലിയൊരു സ്വീകരണ മുറി, എല്ലാം അവനുണ്ടായിരുന്നു. ആളുകൾ അവനെ നോക്കി പറഞ്ഞു, രാജീവ്, നീ നിന്റെ ജീവിതത്തിൽ വിജയിച്ചു, നീ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണ്. അവൻ പുഞ്ചിരിച്ചു. പക്ഷെ രാത്രിയിൽ അവൻ വീട്ടിലെത്തുമ്പോൾ വീട് വളരെ നിശബ്ദമായിരുന്നു. ഒരു ദിവസം അവന്റെ മകള് അവനെ വിളിച്ചു. അച്ഛ, എന്റെ സ്കൂളിൽ നാളെ ഒരു പരിപാടിയുണ്ട്, ചെറിയ പരിപാടിയുണ്ട്, അച്ഛന് വരാൻ കഴിയുമോ? രാജീവ് തന്റെ ഫോണും ലാപ്ടോപ്പും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ, അച്ഛന് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്, അടുത്ത തവണ അച്ഛൻ വരാം. മകൾ കുറച്ച് സമയം മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, ശരി അച്ഛ. രാജീവ് വീണ്ടും തന്റെ ജോലിയിൽ മുഴുകി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ഭാര്യ അവനോട് ചോദിച്ചു, നമുക്ക് ഇത്രയും പണം ഉണ്ടായി, നമുക്ക് ഒരുമിച്ചിരിക്കാൻ എവിടെയാണ് സമയം? അപ്പൊ രാജീവ് പറഞ്ഞു, ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഭാര്യ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പണം മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ ആയിരുന്നു. ആ വാക്കുകൾ നമ്മുടെ രാജീവിന്റെ മനസ്സിൽ തട്ടി. അന്ന് രാത്രി അവൻ തന്റെ വലിയ വീട്ടില് ഒറ്റയ്ക്കിരുന്ന് ചുറ്റും കണ്ണോടിച്ചു. ചുറ്റും വിലപിടിപ്പുള്ള സാധനങ്ങൾ. പക്ഷെ അപ്പോഴും അവന്റെ മനസ്സിൽ ഒരു ശൂന്യത. അവൻ സ്വയം ചോദിച്ചു, ഇത്രയും വർഷം ഞാൻ എന്തിനാണ് ഓടിയത്? അവന് വീടുണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു, കാർ ഉണ്ടായിരുന്നു, ബിസിനസ് ഉണ്ടായിരുന്നു. പക്ഷെ സമാധാനം എന്നൊന്ന് ഇല്ലായിരുന്നു. അവന്റെ സമാധാനം എവിടെയായിരുന്നു? അടുത്ത ദിവസം തന്നെ രാജീവ് ഒരു തീരുമാനമെടുത്തു. എന്ന് വിചാരിച്ചിട്ട് അവൻ ജോലി നിർത്തിയില്ല, ബിസിനസ് ഉപേക്ഷിച്ചില്ല. പക്ഷെ അവൻ തന്റെ ജീവിതത്തിലെ സമാധാനത്തിന് ഒരു പ്രത്യേക സ്ഥാനം നൽകി. വൈകുന്നേരങ്ങളിൽ ഫോണ് മാറ്റിവെച്ചു. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചു. മകളുടെ സ്കൂളിലെ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാനായിട്ട് തുടങ്ങി. അതിനുവേണ്ടി അവൻ സമയം മാറ്റിവെച്ചു. ഭാര്യയോടൊപ്പം കുറച്ച് സമയം നടക്കാനായിട്ട് ആ ഒരു ശീലം അവൻ തുടങ്ങി. വാരാന്ത്യങ്ങളിലൊക്കെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ചു. അന്ന് അവൻ ആ സത്യം മനസ്സിലാക്കി. എൻ്റെ കുടുംബത്തിന് ഞാൻ നൽകേണ്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് പണമല്ല, പകരം എൻ്റെ സാന്നിധ്യമാണ് എന്നവൻ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, പണം എന്ന് പറയുന്നത് ഒരു ഉപാധിയാണ്, അതൊരു ലക്ഷ്യമല്ല. എന്ന് വിചാരിച്ചിട്ട് പണം മോശമായ ഒരു കാര്യമല്ല. പണം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല ജീവിതത്തിനും കുടുംബത്തിന്റെ സുരക്ഷയ്ക്കും നമ്മുടെ നല്ല ഭാവിക്കും ഒക്കെ പണം ആത്യന്തികമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പണം സമ്പാദിക്കണം, പണം നിക്ഷേപിക്കണം, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കണം. ഇതെല്ലാം വേണം. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടുന്നത്, പണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ സേവിക്കണം. ശരിയാണ്, പണം നമ്മുടെ ജീവിതത്തെ സേവിക്കണം. പക്ഷേ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും അത് പണത്തെ സേവിക്കരുത്. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സമാധാനം എന്നത് എനിക്ക് എല്ലാം ഉണ്ട് എന്നതിലല്ല. സമാധാനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതിലുമല്ല. സമാധാനം എന്നത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ തകരാതെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല, അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നത് അത് സമാധാനത്തിന്റെ ഒരു മാർഗമാണ്. ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയില്ല, അപ്പോൾ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത് സമാധാനത്തിന്റെ ഒരു മാർഗമാണ്.
അതുപോലെ ചില ആളുകൾ നമ്മളെ മനസ്സിലാക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ അഭിപ്രായം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാതിരിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അത് ഒരു സമാധാനമാണ്. മൂന്നാമതായിട്ട്, ബന്ധങ്ങളാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. എങ്ങനെയുള്ള ബന്ധങ്ങള്? നല്ല ബന്ധങ്ങള്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പണമുണ്ട് എന്ന് ഓർക്കുന്നതിനേക്കാളും നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നത് ആരൊക്കെയാണെന്ന് ഓർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒരു ദിവസം നിങ്ങളുടെ കുട്ടികൾ വളരും, അവർ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. നിങ്ങളുടെ മാതാപിതാക്കൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളും മാറിപ്പോയേക്കാം. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർക്കായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക. പണം സമ്പാദിക്കാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ബന്ധങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നാലാമതായിട്ട്, ചെറിയ കാര്യങ്ങളിൽ പോലും സമാധാനം കണ്ടെത്തുക. സമാധാനം എല്ലായ്പ്പോഴും വലിയ കാര്യങ്ങളിൽ നിന്നല്ല വരുന്നത്. രാവിലെ ഒരു കപ്പ് ചായ, പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുന്നത്, കുട്ടികളുടെ ചിരി, അല്ലെങ്കിൽ ശാന്തമായ ഒരു നടത്ത, പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ പ്രകൃതിയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ഒരു നല്ല പുസ്തകം വായിക്കുക, കുറച്ച് സമയം ഫോൺ മാറ്റിവെച്ചിട്ട് ഒന്നിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം സമാധാനമാണ് അല്ലേ? ഇവയെല്ലാം ജീവിതത്തിലെ ചെറിയ ചെറിയ സമ്പത്തുകളാണ്. അഞ്ചാമത്തെ കാര്യം, എനിക്ക് എത്ര വേണം എന്ന് സ്വയം ചോദിക്കുക. മനസ്സിലായില്ല അല്ലേ? നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് എത്ര കൂടുതൽ സമ്പാദിക്കാനായിട്ട് കഴിയും? അതോടൊപ്പം മറ്റൊരു ചോദ്യം കൂടി ചോദിക്കും, എനിക്ക് യഥാർത്ഥത്തിൽ എത്ര മതിയാകും? കാരണം എന്താണെന്നറിയോ? കൂടുതൽ എന്നുള്ളതിനൊരു അവസാനമില്ല. കൂടുതൽ പണം, കൂടുതൽ വീട്, കൂടുതൽ കാറുകൾ, കൂടുതൽ അംഗീകാരം, കൂടുതൽ വിജയം. പക്ഷേ മതി എന്ന് പറയാൻ കഴിയുന്ന മനസ്സാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നന്നായി സമ്പാദിക്കൂ, നിങ്ങളുടെ കുടുംബത്തിനായിട്ട് പരിശ്രമിക്കൂ, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കൂ. പക്ഷേ അതിനിടയിൽ നിങ്ങളുടെ സമാധാനം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ഒരു വലിയ വീട് നമുക്ക് വാങ്ങാം, പക്ഷെ അതിനുള്ളിൽ സന്തോഷം നമുക്ക് വാങ്ങാനായിട്ട് കഴിയില്ല. ഒരു വിലയേറിയ ഒരു കിടക്ക നമുക്ക് വാങ്ങാനായിട്ട് കഴിയും, പക്ഷെ അതിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയണമെന്നില്ല. ഒരു വലിയ കാർ നമുക്ക് വാങ്ങാം, പക്ഷെ വലിയൊരു മനസ്സമാധാനം എന്ന് പറയുന്ന സംഭവം നമുക്ക് വാങ്ങാനായിട്ട് കഴിയില്ല. പലരെയും നമുക്ക് ചുറ്റും നിർത്താനായിട്ട് കഴിയും, പക്ഷെ യഥാർത്ഥ സ്നേഹം നമുക്ക് ചുറ്റിലും നിർത്താനായിട്ട് കഴിയില്ല മിക്കപ്പോഴും. പണത്തിന് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്, പക്ഷെ സമാധാനത്തിന് വിലയിടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ പണം സമ്പാദിക്കുന്നതിനോടൊപ്പം ജീവിതവും സമ്പാദിക്കുക. സ്വപ്നങ്ങൾ നേടുന്നതിനോടൊപ്പം ബന്ധങ്ങൾ സംരക്ഷിക്കുക. വിജയിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക, പക്ഷേ നിങ്ങളുടെ മനസ്സമാധാനം നിങ്ങളെ നഷ്ടപ്പെടുത്തരുത്. അതിനേക്കാളും ഒക്കെ അപ്പുറത്തോട്ട് കൂടുതൽ മനസ്സമാധാനത്തോടെ ജീവിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്. നിങ്ങളുടെ വീട്ടിലെ മനസ്സമാധാനം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ നന്ദിയുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ വളരെ വളരെ സമ്പന്നമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടി എന്നെ അറിയിക്കുക. പണത്തേക്കാൾ സമാധാനത്തെ വിലമതിക്കുന്ന ഒരാൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കൂടുതൽ കൂടുതൽ സമ്പാദിക്കട്ടെ, പക്ഷെ അതിനോടൊപ്പം തന്നെ അതിനേക്കാളും ഒക്കെ അപ്പുറത്തോട്ട് കൂടുതൽ മനസ്സമാധാനത്തോടെ ജീവിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.